ഹായ് ഡിയേഴ്സ്, നമ്മൾ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ഒരു ചാപ്റ്ററാണ് കേരള ടുവേർഡ്സ് മോഡേണിറ്റി, കേരളം ആധുനികതയിലേക്ക്. ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വലിയൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്, എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും, ഇത് എപ്പോഴും ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. ശരിക്കും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ഏറ്റവും വലിയ ചാപ്റ്ററാണ്. ഏകദേശം കേരള ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഒരു 500 വർഷത്തോളം ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിപ്പിച്ചു പോകുന്നുണ്ട്. 8ാം ക്ലാസ്സിൽ നിങ്ങളൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും, ആൻഷ്യൻ തമിഴകം. അതിൻ്റെ ബാക്കി 9th നിങ്ങൾ കേരള ഫ്രം 8th to 18th century, അല്ലെ, കേരളം 8 മുതൽ 18ാം നൂറ്റാണ്ട് വരെ. അതിൻ്റെ ബാക്കിയാണ് 10ാം ക്ലാസ്സിലെ കേരള ടുവേർഡ്സ് മോഡേണിറ്റി, കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്റർ എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ ഇതുവരെ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നോക്കൂ നിങ്ങൾ, നമുക്ക് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചൊരു ചോദ്യമാണ് റൈറ്റ് എ നോട്ട് ഓൺ പഴശ്ശി റിവോൾട്ട്, അല്ലെ, പഴശ്ശി കലാപത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി നമ്മളോട് ചോദിക്കും. പഴശ്ശി രാജയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ആരാണ് പഴശ്ശി രാജ എന്ന് പറയുന്നത്? ഭയങ്കര സിമ്പിളാണ്. റൈറ്റ് എ നോട്ട് ഓൺ പഴശ്ശി റിവോൾട്ട്, പഴശ്ശി കലാപത്തെക്കുറിച്ച് ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതി വെക്കും? ദാ ഈ പോയിന്റുകൾ എഴുതി വെക്കണം. ആരാണ് കേരളവർമ്മ പഴശ്ശി രാജ എന്ന് പറഞ്ഞാൽ കേരളവർമ്മ പഴശ്ശി രാജ ഓഫ് കോട്ടയം റോയൽ ഫാമിലി. നമ്മൾ ഇന്നത്തെ കോട്ടയം ജില്ലയല്ല, ഇന്നത്തെ നമ്മുടെ കണ്ണൂർ, വയനാട് പ്രദേശങ്ങളിലൊക്കെ ഒരു രാജകുടുംബമുണ്ട്. അതിൻ്റെ പേരാണ് കോട്ടയം റോയൽ ഫാമിലി, കോട്ടയം രാജകുടുംബം. അവിടുത്തെ ഒരു നാടുവാഴിയാണ്, ഒരു ലോക്കൽ റൂളറാണ് ആര്? ഈ പറയുന്ന കേരളവർമ്മ പഴശ്ശി രാജ. പഴശ്ശി രാജാവും ടിപ്പു സുൽത്താനും തമ്മിൽ, പഴശ്ശി രാജാവും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒരു കരാർ എത്തുകയാണ്. എന്താണ് ആ കരാറ്? ഈ ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും നടക്കുന്ന യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, കോട്ടയം പ്രദേശത്ത്, അതായത് നമ്മുടെ ഇന്നത്തെ വയനാട്, കണ്ണൂർ പ്രദേശത്തുള്ള കോട്ടയം പ്രദേശത്ത് എന്ത് ചെയ്യാം, നികുതി പിരിക്കാനുള്ള അനുവാദം ബ്രിട്ടീഷുകാർ ആർക്ക് നൽകാം? പഴശ്ശി രാജാവിന് നൽകാം. അങ്ങനെ ബ്രിട്ടീഷുകാരെ ആര് സപ്പോർട്ട് ചെയ്യുന്നു? പഴശ്ശി രാജാവ് സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ അങ്ങനെ എന്താണ്, ടിപ്പു സുൽത്താനെ തോൽപ്പിച്ച ശേഷം ഈ പറഞ്ഞ വാക്ക് ആര് പാലിക്കുന്നില്ല? ബ്രിട്ടീഷുകാർ പാലിക്കുന്നില്ല. അങ്ങനെ ആര് തമ്മിൽ പ്രശ്നമാവുന്നു? കേരളവർമ്മ പഴശ്ശി രാജാവും ബ്രിട്ടീഷുകാരും തമ്മിൽ ശക്തമായ യുദ്ധത്തിലേക്ക് നടക്കുന്നു. ഈ നികുതി പിരിക്കാനുള്ള അനുവാദം കറുമ്പനാട്ട് തമ്പുരാനാണ് ആര് കൊടുക്കുന്നത്? ബ്രിട്ടീഷുകാർ കൊടുക്കുന്നത്. എന്തായാലും ആ പ്രോമിസിനെ ചൊല്ലിയാണ് അവർ തമ്മിൽ യുദ്ധം ആരംഭിക്കുന്നത്. പഴശ്ശി രാജാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധമുറ എന്ന് പറയുന്നത്, ശരിക്കും അതിനെക്കുറിച്ച് പറയുന്നത് ഗൊറില്ല വാർഫെയർ. നിങ്ങൾ പബ്ജി കളിക്കാറില്ലേ? പക്ഷേ പബ്ജിയിലല്ലേ നമ്മൾ ഗില്ലി സ്യൂട്ടൊക്കെ ഉള്ളത്? ഓക്കെ, മറ്റേ ഫുള്ള് പുല്ലൊക്കെ മേലെ ഫിറ്റ് ചെയ്ത് പോകുന്ന ഒരു പരിപാടിയില്ലേ? അങ്ങനെ മൊത്തത്തിൽ എന്താണ്, പുല്ലൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ട്, അല്ലേ, മൊത്തത്തിൽ എന്താണ്, വളരെ എന്താണ്, ഒളിപ്പോരാണ് ആര് നടത്തിയിട്ടുള്ളത്? കേരളവർമ്മ പഴശ്ശി രാജയുടെ, അല്ലെ, സൈന്യം ആർക്കെതിരെ? ബ്രിട്ടീഷുകാർക്കെതിരെ. ബ്രിട്ടീഷുകാർക്ക് ഭയങ്കരമായി പണി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം എന്താണ്, ഒരു കാര്യം, അവരെ യുദ്ധമുറയെ വിളിക്കുന്ന പേര് ഗൊറില്ല വാർഫെയറാണ്. ഈ പഴശ്ശി രാജാവിനെ സഹായിച്ച ആൾക്കാരെ പേരൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. ചെമ്പൻ പോക്കര്, കൈതേരി അമ്പു, ഇടച്ചേന കുങ്കന്, തലക്കൽ ചന്തു. കേരളവർമ്മ പഴശ്ശി രാജ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഇപ്പൊ എക്സാം സമയത്തൊന്നും കാണണ്ട, ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ആ സിനിമ നിർബന്ധമായിട്ട് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക എന്നുള്ളതാണ്. ആൻഡ് അവസാനം എന്ത് ചെയ്തു എന്താണ്, പല ആളുകൾ ചതിച്ചതിന് പ്രകാരം അവസാനം പഴശ്ശി രാജാവിന് ബ്രിട്ടീഷുകാർ കീഴടക്കുക ചെയ്തിട്ടുള്ളത്. 1805 നവംബർ 30 പഴശ്ശി രാജാവ് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി മരിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. സോ കേരളവർമ്മ പഴശ്ശി രാജാവിനെ കുറിച്ച് നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്, 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു ചോദ്യം 2021 മാർച്ചിൽ മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ വൈക്കം സത്യാഗ്രഹ. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് ലഘു കുറിപ്പ് തയ്യാറാക്കുക. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ പഠിക്കും? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924 എവിടെയാണ് നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നടന്നിട്ടുള്ളത്? വൈക്കം എന്ന് പറയുന്ന സ്ഥലത്ത് എന്തുണ്ട്? ഒരു ടെമ്പിൾ ഉണ്ട്. ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ക്ഷേത്രം. ആ ടെമ്പിളിൻ്റെ അടുത്ത് എന്തുണ്ട്? റോഡുണ്ട്. ആ റൂട്ടിലൂടെ എന്ത് ചെയ്യാൻ പറ്റൂല? ലോവർ കാസ്റ്റ്, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് നടക്കാം, യാത്ര ചെയ്യാൻ സമ്മതിക്കൂല. ടെമ്പിളിന് അടുത്തുള്ള റോഡിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സമരമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അതിൻ്റെ നേതാവായിട്ട് നമ്മൾ TK മാധവനെയാണ്, അല്ലെ, നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ആ കാര്യമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഇത് കഴിഞ്ഞ പ്രാവശ്യം അവസാന വർഷത്തെ പബ്ലിക് എക്സാമിനും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ വൈക്കം സത്യാഗ്രഹം മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് ഗുരുവായൂർ സത്യാഗ്രഹവും ചോദിച്ചിട്ടുണ്ട്. 1931 അല്ലെ, എവിടെയാണ്? ഗുരുവായൂരാണ് എന്ത് നടന്നിട്ടുള്ളത്? ഗുരുവായൂർ സത്യാഗ്രഹം നടന്നിട്ടുള്ളത്. എന്ത് നടന്നിട്ടുള്ളത്? ഗുരുവായൂർ സത്യാഗ്രഹം നടന്നിട്ടുള്ളത്. ഇത് പഠിക്കണ്ടേ? പഠിക്കൽ നിർബന്ധമാണ്, ഒരു സംശയമില്ല കാര്യം.
ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച് നമ്മൾ എന്ത് പഠിക്കും? ഗുരുവായൂർ സത്യാഗ്രഹം എന്തിനാണ് നടന്നത്? വൈക്കം സത്യാഗ്രഹം വൈക്കത്തുള്ള ടെമ്പിളിനടുത്തുള്ള റൂട്ടിലൂടെ നടക്കാനാണെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാർക്കും പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രവേശിക്കാൻ വേണ്ടി നടന്ന ഒരു സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഓക്കെ, ഇതിന്റെ ലീഡേഴ്സിനൊക്കെ നിങ്ങൾക്ക് അറിയാലോ, കെ കേളപ്പൻ, അതുപോലെ തന്നെ ഇതിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ, ഒരുപാട് ആളുകളൊക്കെ ഇതിൽ ശക്തമായിട്ട് സമരത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അവസാനം ഈ സമരത്തിന്റെ ഒക്കെ ഫലമായിട്ടാണ് 1936 ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്. അപ്പോൾ എന്ത് പഠിച്ചു വെക്കുക? ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം പഠിച്ചു വെക്കുക. മലബാർ കലാപം അഥവാ മലബാർ റെബല്യനെ കുറിച്ച് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. മലബാർ കലാപം നടന്ന വർഷം 1921. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളൊരു കവിത, ഒരു പാട്ട് കണ്ടിട്ടുണ്ടാവും അല്ലെ? അന്നിരൂപത്തൊന്നിൽ മലയാളത്തില് നമ്മളൊന്നായി വെള്ളയോടെ എതിർത്ത് നല്ല മട്ടില് ഏറെ നാട്ടിൻ ധീരമക്കൾ ചോര ചിന്തിയ നാടിതിൻ ചീരിടും പീരങ്കികൾക്ക് മാറുകാട്ടിയ വാണിതിൽ വാരിയം കുന്നത്ത് വീര കുഞ്ഞഹമ്മദാജിയും വാശിമൂത്ത മൂപ്പരുടെ കൂടെ കൂട്ടമായിട്ടും എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വായിച്ചു നോക്കുക. ടെക്സ്റ്റ് ബുക്കിൽ എക്സ്ട്രാ റീഡിംഗ് ഉള്ളതാണ്. 1921 നടന്നിട്ടുള്ളത്. നമുക്കറിയാം മഹാത്മാഗാന്ധിയും അതുപോലെ തന്നെ അലി ബ്രദേഴ്സിൽ അലി ബ്രദർ അതിലൊരാൾ എന്ത് ചെയ്തിട്ടുണ്ട്? 1920 കേരളം വിസിറ്റ് ചെയ്തു ഖിലാഫത്ത് പ്രസ്ഥാനം പ്രചരണാർത്ഥം, അല്ലെങ്കിൽ നോൺ കോപ്പറേഷൻ, നിസ്സഹകരണം പ്രചരിപ്പിക്കാൻ. ഈ സമയത്ത് നമ്മുടെ മലബാറിൽ സ്വാതന്ത്ര്യ സമരം ഭയങ്കര ശക്തമായി മാറുന്നു. നമ്മുടെ പ്രത്യേകിച്ചും അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഖിലാഫത്ത് പ്രസ്ഥാനം ഇവിടെ നമ്മുടെ രൂപീകരിക്കുന്നു, മലബാറിൽ രൂപീകരിക്കുന്നു. സോ ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരം ശക്തമായി മാറുന്നു. പ്രത്യേകിച്ചും നമ്മുടെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി തുടങ്ങിയ താലൂക്കുകളിൽ അവിടുത്തെ കർഷകർ, മാപ്പിള മുസ്ലിങ്ങൾ എന്ന് പറയും, അവരാണ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ശക്തമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയിട്ടുള്ള ആ സമരത്തിന്റെ പേരാണ് മലബാർ കലാപം അഥവാ മലബാർ റെബല്യൻ എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു കുഞ്ഞു പാരഗ്രാഫാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. 4 മാർക്കിനാണ് എക്സാമിന് ഇത് ചോദിച്ചിട്ടുള്ളത്. അത് പഠിക്കാതെ നിങ്ങൾ പോവരുത്. ഇതിൽ പങ്കെടുത്ത ആളുകളെ ഒരു ട്രെയിനിൻ്റെ അകത്ത് കയറ്റിയിട്ട് വാഗൺ ട്രാജഡി എന്ന് പറയുന്ന അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ടെക്സ്റ്റ് ബുക്കിൽ അതൊന്നും നമുക്ക് പഠിക്കാനില്ല. ആ പാരഗ്രാഫ് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ആൻഡ് നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കൂ. നിങ്ങൾ പ്രിപ്പയർ എ നോട്ട് ഓൺ ദ റൈസ് ഓഫ് മോഡേൺ ഇൻഡസ്ട്രീസ് ഇൻ കേരള. കേരളത്തിലെ ആധുനിക വ്യവസായത്തിന്റെ വളർച്ചയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ബ്രിട്ടീഷുകാരുടെയൊക്കെ സഹായ ഫലമായിട്ട്, അല്ലെങ്കിൽ എന്താണ്, ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ വന്നതിന്റെ ഫലമായിട്ട് ഇവിടെ കുറെ പുതിയ വ്യവസായശാലകൾ തുടങ്ങിയിട്ടുണ്ട്. അതിന് കാരണം ബ്രിട്ടീഷുകാർ മാത്രമല്ല, അന്നത്തെ കേരളത്തിൽ ഉണ്ടായിരുന്ന സമ്പന്ന കുടുംബങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഒരുപാട് വ്യവസായങ്ങൾ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ ആദ്യമായി ബാങ്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇത്തരം വലിയ പുതിയ മോഡേൺ ഇൻഡസ്ട്രീസ്, ആധുനിക വ്യവസായശാലകൾ തുടങ്ങാൻ കാരണം നമ്മളെ പള്ളിവാസൽ പോലുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, ജലവൈദ്യുത പദ്ധതികൾ സ്റ്റാർട്ട് ചെയ്തതും ഇതിൻ്റെ ഒരു കാരണമാണ്. സോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത മോഡേൺ ഇൻഡസ്ട്രീസിനെ കുറച്ച് പേരുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പുനലൂർ പേപ്പർ മിൽ, ഇതെവിടെയാ? കൊല്ലത്താ. ഫാക്ട് കളമശ്ശേരി എവിടെയാ? എറണാകുളം. കുണ്ടറ സെറാമിക്സ് കൊല്ലത്താണ്. റബ്ബർ വർക്ക്സ് ട്രിവാൻഡ്രമാണ്. ടാറ്റ ഓയിൽ മിൽ കൊച്ചിയാണ്. അളഗപ്പ ടെക്സ്റ്റൈൽ മിൽ അതും കൊച്ചിയാണ്. ഈ പേരുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. എൻ്റെ അവസാനം ഈ സാധനം കൂടി ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. കേരളത്തിൽ മാറ്റങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകൾ: വൈകുണ്ഠ സമത്വ സമാജയ്യങ്കാളി സാധുജന. പാട്ടുപാടിയ വെറുതെ കൊളാക്കണ്ട. നമ്മുടെ വൈകുണ്ഠ സ്വാമികൾ ഉണ്ടാക്കിയിട്ടുള്ള സംഘടനയുടെ പേര് സമത്വ സമാജം എന്നാണ്. ആൻഡ് നോക്കിയേ നിങ്ങൾ, അയ്യങ്കാളിയുടേത് സാധുജന പരിപാലന സംഘം മന്നത്ത് പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റി VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എളുപ്പത്തിൽ പഠിക്കാൻ എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമ്മൾ നാളത്തെ ലൈവിൽ അത് എന്ത് ചെയ്യും? തീർച്ചയായിട്ടും ചർച്ച ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ വരുന്ന ലൈവുകളിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യും, നിങ്ങളുടെ എളുപ്പമുള്ള കോഡുകളൊക്കെ. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. ആൻഡ് ഇവിടെ ആര്യ സമാജമുണ്ട്, അരയ സമാജമുണ്ട്. ആര്യ സമാജം ആരാ? അത് സ്വാമി ദയാനന്ദ സരസ്വതിയ. വഖം അബ്ദുൽ ഖാദർ മൗലവി, അദ്ദേഹത്തിൻ്റെത് ട്രാവൻകൂർ മുസ്ലിം മഹാജനസഭയാണ്. വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘമാണ്. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനവും കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷ ദൈവസഭയുമാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കുക.
ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾ മിടുക്കന്മാരാവും. ഈ ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് പാഠപുസ്തകവുമായിട്ട് സോഷ്യൽ സയൻസുമായിട്ട് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട എന്ത് സംശയവും ഇവിടെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഏതൊരു ഡൗട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റാവുന്ന രീതിയിൽ അതിന് എക്സ്പ്ലനേഷൻ നൽകുന്നതുമാണ്. സോ നമുക്ക് താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കാം. സോ തീർച്ചയായും നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങൾ ഇഷ്ടമായെന്ന് പറയുക. ഇഷ്ടമായിട്ടില്ലെങ്കിൽ എന്ത് മാറ്റമാണ് അച്ഛൽ സാറ് വരുത്തേണ്ടത് നിങ്ങൾക്ക് പറയാം. സോ നമുക്ക് വീണ്ടും കാണാം. ബൈ.